പടം വളരെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇമോഷണലി അതുപോലെ തന്നെ എന്താ പറയുക ഇമോഷണലി കണക്ട് ആവുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അത് ഈ പടത്തിൽ നമ്മൾ ഫുൾ ഇരുന്ന് അങ്ങനെ ഇരിക്കുകയാണ്, നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ അടുത്ത എന്താണ് അല്ലെങ്കിൽ എന്താ പറയുക ലാലേട്ടൻ കൊടുക്കുന്ന ഓരോ പഞ്ചും നമ്മൾ കൊടുക്കുന്ന പഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഡൈ ഹാർട്ട് ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട്. ലാലേട്ടനും ശോഭനയും കോംബോ ഒക്കെ സൂപ്പർ അല്ലേ? പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വരവൊന്നുമില്ല, ലാലേട്ടൻ അങ്ങനെ തന്നെ. പക്ഷെ ലാലേട്ടൻ്റെ ഇമോഷൻസിനെയും മൂമെന്റ്സിനെയും ഒക്കെ വളരെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ വിഷ്വലി ഭയങ്കര നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓൾ ടുഗദർ നല്ല സൂപ്പറാണ്. ശരിക്കും തുടരും അല്ലേ? അത് ശരിക്കും തുടരും. ലാലേട്ടനാണ് ഫുള്ള് നമുക്ക് ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവും പടത്തിൽ ഇങ്ങനെ. പിന്നെ ആദ്യം ഒരു കോമഡി ജോണറിൽ പോണ പടം, പിന്നെ അത് മിസ്റ്ററി ത്രില്ലറിലേക്ക് മാറി ഒരു റിവെഞ്ച് മൂഡിൽ തന്നെ ഒരു കിടിലം പടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടും, മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടും, അതുപോലെ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പടം. ഈ എമ്പുരാനൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ പടം അങ്ങനെയല്ല, നമുക്ക് മനസ്സിലൊക്കെ ആ ഇമോഷൻ കണക്ട് ആവുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. അവന്റെ കോംബോ നല്ലതാ. പക്ഷെ എന്നിരുന്നാലും മോഹൻലാലായിരുന്നു സിനിമ ഉടനീളം ആ ഒരു കത്തിക്കുന്നത്. ശോഭന മാം നല്ല പെർഫോമൻസ് ഒക്കെയാണ്. പ്രേക്ഷകർക്ക് നല്ലൊരു കൊണ്ടുപോലാണ് ചിത്രം. അതെ തീർച്ചയായും. അത് എന്താണെങ്കിലും നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നതാണ് എൻ്റെ ഒരു. ഞങ്ങളുടെ വൈക്കത്തിന്റെ അഭിമാനം തരുൺമൂർത്തി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, ഫാമിലി കൊച്ചാണ്. അയ്യോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയാണ്. ഇനി ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ചിത്രം കാണാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. ഓക്കെ നല്ല ഒന്നാന്തരം ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയണ്ടേ, തരുൺമൂർത്തി ഇനിയും ഉയരത്തിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.